ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കടയിൽ കിട്ടുന്നത് പോലെയുള്ള നല്ല ക്രിസ്പിയായ ഉള്ളിവടയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ 2 സവാള, 2 പച്ചമുളക്, ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, പിന്നെ മൈദാ മാവ്, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ്. അത് നമുക്ക് ആവശ്യം പോലെ ചേർത്താൽ മതി. പച്ചമുളക് ചെറുതായിട്ട് അരിയുക, അതായത് നമ്മൾ കറിക്കൊക്കെ അരിയുന്ന പോലെ. പക്ഷെ സവാള അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കട്ടി കുറച്ച് വേണം അരിയാൻ. നല്ല നീളത്തിൽ സാധാരണ കറിക്കൊക്കെ എടുക്കുന്ന പോലെ കട്ടി കുറച്ച് അരിയുക. ഇനി നമ്മൾ ഈ അരിഞ്ഞ സവാള ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആദ്യം സവാള മാത്രം ഇട്ടാൽ മതി, അതിനുശേഷം പച്ചമുളക് നമുക്ക് പിന്നീടാണ് ഇടേണ്ടത്. അപ്പോൾ ഈ സവാള ചേർത്ത് മാറ്റി വേറൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കണം. അതിന് ആവശ്യമുള്ള, അതായത് ഇപ്പോൾ അവരവരെടുക്കുന്ന സവാളയ്ക്ക് അനുസരിച്ച് മാത്രം ഉപ്പിട്ടാൽ മതിയാകും. ഇനി നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നില്ല, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഇളക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളയൊക്കെ നമുക്കെല്ലാം വിട്ട് കിട്ടണം. നന്നായിട്ട് അതെല്ലാം ഓരോന്നോരോന്നാക്കി നന്നായിട്ട് അതുപോലെ തന്നെ ഇളക്കിയിട്ട് നന്നായിട്ട് ഞെരടി വെക്കുക. അതായത് ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഞെരടി വെക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കണം. ഇതിപ്പോൾ നല്ല പാകമായിട്ടിരിപ്പുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിനി പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചമുളക് നമുക്ക് ചേർക്കാം. പാകത്തിനുള്ളൊരു പച്ചമുളകാണ്. ഞാൻ 2 മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാനതേ എടുത്തുള്ളൂ. പിന്നെ അവരവരുടെ എരിവിനനുസരിച്ച് നമുക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട്, പച്ചമുളക് കൂടുതൽ വേണ്ടവരുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനിയും ചേർക്കാൻ പോകുന്നത് മൈദാപ്പൊടിയാണ്. മൈദ നമുക്ക് ഇത്ര അളവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സവാളയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മൈദ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് ആ ഒരു പരുവം മനസ്സിലാവുമ്പം വെള്ളമയം കൂടുന്നതനുസരിച്ച് നമ്മൾ മൈദാപ്പൊടി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പം ഇച്ചിരി വെള്ളമയം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി കൂടെ മൈദാപ്പൊടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ചുകൂടി മൈദാപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ ഒരു ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇതിനകത്ത് സവാളയുടെ വെള്ളമാണ് നമ്മൾ മാവ് കുഴയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മാവ് ഇടുന്ന കൂട്ടത്തിൽ തന്നെ വെള്ളം വന്നുകൊണ്ടേ ഇരുന്നോളും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാവ് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കാം. അത് വേറൊന്നിനുമല്ല, നമുക്കത് കൈ ഒട്ടിപ്പിടിക്കും. അപ്പം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വെള്ളം ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് വേണം നമ്മളിത് ഷേപ്പാക്കിയെടുക്കാൻ. ചെറിയൊരു ഉരുള പോലെ നമ്മൾ കുറച്ചെടുത്തിട്ട് ഉരുട്ടണം. ചെറിയ കട്ടിയായിരിക്കണം, ഒത്തിരി അങ്ങ് വലുപ്പം ആവരുത്. ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായി എടുത്തിടാം.
പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം വറക്കാൻ. ഇല്ലെങ്കിൽ സവാള ആയതുകൊണ്ട് സവാള വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ വളരെ കുറഞ്ഞിട്ട് മാത്രമേ ചെയ്യാവൂ. നമ്മുടെ ഒരു വശം ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് തിരിച്ചിടാം. തീ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ വളരെ കുറവിലേ ഇടാവൂ. നമ്മുടെ ഉള്ളിവട ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇത് ആദ്യം മാറ്റേണ്ടത്. എണ്ണമയം മാറ്റിയെടുത്തിട്ട് വേണം നമുക്കതെടുക്കാൻ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.